So SI unit visualization ആണ്. The SI system provide a standardized approach to scientific measurement, ensuring consistency across different fields and applications. So നമ്മൾ SI unit ആണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റ്, ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞല്ലേ. They are precise. ഈ SI യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള യൂണിറ്റുകളാണ്. സയന്റിഫിക് മെഷർമെന്റ്സിലൂടെ അല്ലെങ്കിൽ അതിനൊരു എൻഷുറിംഗ് കൺസിസ്റ്റൻസി അക്രോസ് ഡിഫറെന്റ് ഫീൽഡ് ആൻഡ് ആപ്ലിക്കേഷൻസ്. നമുക്കിപ്പം പ്രോബ്ലംസിൽ മാസ് കിലോഗ്രാമിൽ തരാം, കിലോഗ്രാമിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഗ്രാമിൽ, മാസ് ഗ്രാമിൽ തന്നു കഴിഞ്ഞാൽ അതിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. സോ ഗ്രാമിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഏത് ടേമിലാണ് മാറേണ്ടത്? കിലോഗ്രാമിലായിരിക്കും. ഹവർ, ടൈമിന്റെ യൂണിറ്റ് ഹവറിൽ തന്നു, അതിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡ്സിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. സോ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് യൂണിറ്റുകളെ, ബേസ് യൂണിറ്റ് നമുക്ക് അറിയാവുന്നതാണ്. സോ ബേസ് യൂണിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എഴുതാനായിട്ട് പറ്റുന്നതാണ്. ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏരിയ ഈക്വൽ ടു, നോർമലി നമ്മളൊരു സ്ക്വയറിന്റെ ഒക്കെ ഏരിയ ആണെങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കുക? റെക്ടാങ്കിളിന്റെ ഒക്കെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ L ഇൻറ്റു B എന്നാണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. മീറ്റർ ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഒരു ലെങ്ത് അല്ലേ, ബ്രെഡ്ത്തിന്റെ യൂണിറ്റും എന്താണ്? മീറ്റർ ആണ്. സോ മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. സോ ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ ലെങ്ത്തിന്റെ SI യൂണിറ്റ് ആണ് നമുക്കറിയുന്നത് മീറ്റർ, ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോഴും എന്താണ്? അതൊരു ലെങ്ത് ആണ് വരുന്നത്, അതിന്റെ യൂണിറ്റും മീറ്റർ ആണ്. നെക്സ്റ്റ് നമുക്ക് വോളിയം നോക്കാം. വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. ഇതൊക്കെ നമുക്ക് SI യൂണിറ്റിൽ പറഞ്ഞാല് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്താൽ പോരെ. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും ലെങ്ത് ആണ്. സോ അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഹൈറ്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. സോ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, ദിസ് ഇസ് മീറ്റർ ക്യൂബ്. ഓക്കെ, സോ വോളിയം എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ്, ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്നാണ് നമ്മൾ വോളിയത്തിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. സോ ക്യൂബിക് മീറ്റർ, മീറ്റർ ക്യൂബ് എന്നാണ് നമ്മൾ വോളിയത്തിന്റെ യൂണിറ്റ് പറയാറുള്ളത്. സോ വെലോസിറ്റി നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വെലോസിറ്റി V is equal to ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് നമ്മൾ വെലോസിറ്റി പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് നമ്മൾ ലെങ്ത്തിന്റെ ടേമിലാണ് പറയാറുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. മീറ്റർ ബൈ സെക്കൻഡ്, ഇതാണല്ലോ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാറുള്ളത്, മീറ്റർ പെർ സെക്കൻഡ്. സോ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇറ്റ് ഇസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്. നെക്സ്റ്റ് വൺ ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്ക്, ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? F is equal to mg എന്ന് പറയാം. mg ആണ്. അപ്പൊ മാസ്, m എന്ന് പറയുന്നത് മാസ് ആണ്. മാസിന്റെ യൂണിറ്റ് എന്താണ്? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ഇൻറ്റു g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. സോ മാസ്, ലെങ്ത് ആൻഡ് ടൈം ആണ് ഇവിടെ നമ്മൾ SI യൂണിറ്റുകൾ എന്ന് പറയുന്നത്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് സ്ക്വയർ. സോ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ യൂണിറ്റ് വരുന്നത്? ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലെ. വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. സോ വെലോസിറ്റിയുടെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മീറ്റർ ബൈ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഇതും ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. സോ നമുക്കൊരു ബേസ് യൂണിറ്റിൽ നിന്നും ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഡിറൈവ്ഡ് ഫ്രം ദ ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത്. ഓക്കെ, ദെൻ വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ്, ഡിറൈവ്ഡ് ഫ്രം ദി ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത്. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്, ഡിറൈവ്ഡ് ഫ്രം ദി ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ആൻഡ് ടൈം.
ദെൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബേസ് യൂണിറ്റ് വരുന്നത് മാസ്, ലെങ്ത് ആൻഡ് ടൈം. ഓക്കെ, സോ ഡിറൈവ്ഡ് യൂണിറ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിഫറെന്റ് ലോസ് ഗവേണിംഗ് വിത്ത് കെമിക്കൽ കോമ്പിനേഷൻ ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലെ. സോ അതിൽ വരുന്ന ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സിമ്പിൾ ആണ്. എന്താ പറയുന്നത് എന്ന് വെച്ചാല് ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. സോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റ് ഉണ്ട്. പ്രൊഡക്റ്റ് എന്തായിട്ട് മാറുന്നു? സോറി, റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു അല്ലെ. റിയാക്ടൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്റ്റ്. റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ റിയാക്ടന്റിന്റെ mass of reactant will be equal to mass of product. Total mass of the reactant equal to total mass of product. So നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. H2 plus oxygen gives H2O. ഇവിടെ നമുക്ക് റിയാക്ടന്റിന്റെ മാസ് എന്തൊക്കെയായിരിക്കും? 2 ഹൈഡ്രജൻ പ്ലസ് ഓക്സിജന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 16 ആണ്. സോ it is 18 ആണ് ടോട്ടൽ മാസ് വരുന്നത് അല്ലെ. ഇവിടെ വാട്ടറിന്റെ എന്താണ്? വാട്ടറിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ 16. ഇറ്റ് ഈസ് ഓൾസോ 18. സോ മാസ് എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ആണല്ലോ. റിയാക്ടന്റിന്റെ മാസും പ്രൊഡക്റ്റിന്റെ മാസും ഈക്വൽ ആയിട്ട് വന്നില്ലേ? ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. Fundamental law state that matter cannot be created nor destroyed in a chemical reaction. So the total mass of reactants equal to total mass of products. Law of conservation of mass എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. Matter cannot be created nor destroyed in a chemical reaction. Why? The total mass of reactants and the total mass of products are equal. Okay. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നെക്സ്റ്റ് പറയുന്നത് നമുക്കിതിന്റെ കീ ടേക്ക് അവേസ് എന്ന് പറയുന്നത് മാറ്റർ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ബിക്കോസ് നമുക്ക് നെക്സ്റ്റ് ലോയിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഈ ടേംസ് ഒന്നും കൂടെ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കുകയാണ്. മാറ്റർ ഫണ്ടമെന്റൽസ്. മാറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇറ്റ് ഹാസ് എ മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ് composed of atoms arranged into a molecules. നമ്മൾ പറഞ്ഞു matter എന്ന് പറഞ്ഞാൽ it has a mass and can have a space and these molecules or these matter are composed of tiny particles called atoms. Atoms arrange ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാറ്റർ എക്സിസ്റ്റ് ഇൻ 3 states: solid, liquid, gas with different intermolecular force and spaces. നെക്സ്റ്റ് പറഞ്ഞത് എന്താ? കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അല്ലെ. മാറ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എലമെന്റ്സ്, കോമ്പൗണ്ട്സ് ഓർ മിക്സ്ചേഴ്സ് ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷൻ. ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷൻ ആണ് നമ്മൾ എലമെന്റ്സ്, കോമ്പൗണ്ട്സ്, മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് മിക്സ്ചർ, nature of particle on the mixture, it is classified into homogeneous mixture and heterogeneous mixture. Homogeneous and heterogeneous mixtures. Then ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷർമെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. SI യൂണിറ്റ് പറഞ്ഞു. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സിസ്റ്റം യൂണിറ്റ് ആണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെ ലെങ്ത്തിന്റെ യൂണിറ്റ് 7 ബേസ് യൂണിറ്റ് ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. അതേപോലെ കറന്റിന്റെ യൂണിറ്റ്, ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ്, കറന്റ് I റെപ്രസെന്റ് ചെയ്യാം. കറന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. അതേപോലെ നമ്പർ ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ലുമിനൻസ് ഇന്റൻസിറ്റി കാൻഡിൽ. ഇങ്ങനെ നമ്മൾ 7 ഫണ്ടമെന്റൽ ബേസ് യൂണിറ്റുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ലോ പറഞ്ഞു. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആയിരുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, അല്ലെങ്കിൽ മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്.
എന്ന് വെച്ചാൽ എന്താ, ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ നമ്മൾ എലമെന്റ്സിന്റെ കേസിലും കോമ്പൗണ്ടിന്റെ കേസിൽ പറഞ്ഞപ്പോൾ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് എലമെന്റ്സ് ഒരു ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടാണെന്ന് പറഞ്ഞു അല്ലെ. സോ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് the law state that a pure compound irrespective of its source may always contains definite or constant proportion of the element by mass. Okay, so ഇവിടെ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനിലാണ് എലമെന്റ്സ് എന്ത് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് പ്യൂർ വാട്ടർ ഓൾവേസ് കണ്ടെയ്ൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ദ റേഷ്യോ ഓഫ് 1:8 ബൈ മാസ്. നോക്കൂ, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ കിട്ടുന്നത്? വാട്ടർ ആണ് കിട്ടുന്നത്. ഇവിടെ ഈ എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? 2 gram ഓക്സിജൻ പ്ലസ് 2 gram ഹൈഡ്രജൻ ആൻഡ് 16 gram ഓക്സിജൻ ആണ് അല്ലെ. വാട്ടർ എന്ന് പറയുമ്പോൾ ടോട്ടൽ 18 ആണെന്ന് പറഞ്ഞു. ഇവിടെ ഇതിന്റെ റേഷ്യോ, ഈ എലമെന്റ് കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ എങ്ങനെയായിരിക്കും? നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1:8 എന്ന് എഴുതിക്കൂടെ? യെസ്, 1:8. So here hydrogen and oxygen are combined in the ratio of 1:8 റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഫിക്സഡ് പ്രൊപ്പോർഷനിലാണ് എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഈ ഒരു ലോ ആണ് നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. So the law state that a pure compound irrespective of source may always contain definite or constant proportion of the elements by mass. Constant proportion of elements by mass ആണ് നമ്മൾ definite proportion, law of definite proportion പറയുന്നത്. Then the third law is law of multiple proportions. Law of multiple proportions. So the law states that when several compounds are composed by the combination of two elements, the different masses of one element in these compound which combine with a fixed mass of other elements are ratio of simple whole number. Okay, several compounds are composed by combination of two elements. നമുക്ക് അറിയാവുന്നതാണല്ലോ, 2 or more elements combine ചെയ്യുമ്പോഴാണ് ഈ compounds ഫോം ചെയ്യുന്നത്. So different masses of one element in these compounds which combine with a fixed mass of other element. So ഇവിടെ കാർബൺ എന്ന് പറയുമ്പോൾ അതിനൊരു ഫിക്സഡ് മാസ് ഉണ്ടാവും. ഈ ഫിക്സഡ് മാസ് ഉള്ള എലമെന്റ്സ് ആണ് വേറൊരു ഫിക്സഡ് മാസ് ഉള്ള കോമ്പൗണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് മാസ് ഉള്ള എലമെന്റ്സുമായിട്ട് എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്തിട്ടൊരു ഫിക്സഡ് മാസ് ഉള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആർ 2 different compounds formed by carbon and oxygen. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. കോമ്പൗണ്ട്സ് ഫോം ചെയ്തപ്പോൾ കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്താൽ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും കിട്ടുന്നു. ഇവിടെ കാർബണും ഓക്സിജനും ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോൾ കാർബൺ മോണോക്സൈഡും, അതേപോലെ കാർബണും ഓക്സിജനും മറ്റൊരു ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡും ആണ് ഫോം ചെയ്യുന്നത്. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കാർബൺ മോണോക്സൈഡ് കണ്ടെയ്ൻ 1 gram of 1.3321 gram of oxygen. ഇവിടെ 1 gram of oxygen to 1 gram of carbon. So നമുക്ക് കിട്ടുന്ന കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഏത് റേഷ്യോ ആയിരിക്കും? 1 gram കാർബൺ മോണോക്സൈഡ് ആണ് കിട്ടുന്നത്. ഇവിടെ കാർബൺ ഡയോക്സൈഡ് ആണെങ്കിലോ കാർബൺ ഡയോക്സൈഡ് കണ്ടെയ്ൻ 1 gram കാർബൺ പ്ലസ് 2 gram ഓക്സിജൻ ആയിരിക്കും അല്ലെ. 2 gram ഓക്സിജൻ ആയിരിക്കും. So carbon dioxide contain twice the mass of oxygen has contained by carbon monoxide. So carbon dioxide നെക്കാളും twice ആണ് carbon dioxide എന്ന് പറയുന്നത്. So ഇവിടെ എലമെന്റ്സ് ഫിക്സഡ് റേഷ്യോയിലാണ് അതെന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ സെയിം എലമെന്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഈ ഡിഫറെന്റ് കോമ്പൗണ്ട്സിനൊക്കെ ഫിക്സഡ് മാസ് അല്ലെങ്കിൽ ഫിക്സഡ് റേഷ്യോ ഉണ്ടായിരിക്കും എന്നാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. ഓക്കെ, നമ്മള് ഈ ഒരു യൂണിറ്റില് ഡിഫറെന്റ് ലോസ് പറഞ്ഞതിൽ 3 ലോസ് ആണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നത് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, then second one എന്ന് പറയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, then third one is ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ.
Law of multiple proportion എന്ന് പറയുന്നത് several compounds are composed by combination of two elements. The different masses of one element in these compounds which combine with the fixed mass of other elements are in the ratio of simple whole number. Okay. The next law എന്ന് പറയുന്നത് Gay-Lucas law of combining volume. Gay-Lucas law of combining volume. So ഈ ഒരു law പറയുന്നത് the law states that the volume of gaseous reactant and product under similar condition of pressure and temperature are in ratios of simple whole number. Simple whole number ratio ലാണ്. Simple whole number ratio ലായിരിക്കും gaseous reactant എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഗ്യാസ് എപ്പോഴും പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ, നമ്മൾ പ്രഷറും ടെമ്പറേച്ചറും അപ്ലൈ ചെയ്യുമ്പോഴാണ് gaseous reactants പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. സോ ദിസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ വോളിയം ഓഫ് gaseous reactant and product under similar condition of pressure and temperature are in ratio of simple whole number. അപ്പൊ ഇത്രയും ലോസ് ആണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് പറയുന്നത് ഡാൾട്ടൻസ് അറ്റോമിക് തിയറി ആണ്. നമ്മൾ ആറ്റം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആറ്റം എന്ന് പറയുന്നത് ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എ മെറ്റീരിയൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ, എക്സ്ട്രീംലി സ്മോൾ ടൈനി പാർട്ടിക്കിൾസ് ആർ കോൾഡ് ആറ്റംസ്. സോ നമുക്ക് ആറ്റംസിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടുന്നത് ഡാൾട്ടൻസ് അറ്റോമിക് തിയറിന്നാണ്. ആറ്റം എന്ന് പറയുന്ന വേർഡ്, ആറ്റം എന്ന് പറയുന്ന ആ ഒരു ടേം വന്നിരിക്കുന്നത് ആറ്റമോസ് എന്ന ഗ്രീക്ക് ടേമിൽ നിന്നാണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. ആറ്റം. സോ ആറ്റം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ആറ്റമോസ് വെച്ചാൽ അതിന്റെ മീനിങ് ഇൻഡിവിസിബിൾ എന്നാണ് മീനിങ് വരുന്നത്. ഇൻഡിവിസിബിൾ എന്നാണ് ഈ ആറ്റത്തിന്റെ മീനിങ്. സോ ബേസ്ഡ് ഓൺ ദീസ് നേച്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ഈ ആറ്റത്തിന്റെ പ്രോപ്പർട്ടി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡാൾട്ടൻ അവരുടെ അറ്റോമിക് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡാൾട്ടൻസ് അറ്റോമിക് തിയറി. സോ ഡാൾട്ടൻസ് അറ്റോമിക് തിയറി എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. A matter is composed of extremely small and indivisible particles which are called atoms. Atoms എന്ന് പറയുന്നത് എന്താണ്? The atoms are composed or matter is composed of extremely small and indivisible particle. Extremely small and indivisible particle ഇതിനെയാണ് നമ്മൾ atoms എന്ന് പറയുന്നത്. Okay. An atom retains its identity during the chemical reaction and cannot be subdivided. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ, ആറ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? സബ്ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നോർമലി ആറ്റം എന്ന് പറയുന്നത് ദീസ് ആർ എക്സ്ട്രീംലി സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്. നെക്സ്റ്റ് വൺ, ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത് an atom is a form of matter which is composed of only one kind of atom. ഒരു എലമെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു എലമെന്റിൽ എങ്ങനെയുള്ള പാർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയുള്ള മാറ്റർ ആയിരിക്കും ഉണ്ടാകുന്നത്? ഓൺലി വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റംസ് ആണ് ഉണ്ടാകുന്നത്. ഒരു എലമെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു എലമെന്റിൽ ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റം ആണ് ഉണ്ടാകുന്നത്. കാർബൺ എന്ന് പറയുമ്പോൾ കാർബൺ ഒരു എലമെന്റ് ആണ്. ഈ കാർബൺ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? കാർബണിന്റെ ഡിഫറെന്റ് ആറ്റംസ് ചേർന്നാണ് നമുക്ക് എന്ത് ഉണ്ടാക്കുന്നത്? കാർബൺ എലമെന്റ്സ് ഉണ്ടാക്കുന്നത്. സോ കാർബണിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തേ കിട്ടുള്ളൂ? കാർബൺ തന്നെ കിട്ടുള്ളൂ. വേറൊരു എലമെന്റ്സ് അല്ലെങ്കിൽ വേറൊരു ആറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാർബണിന്റെ എലമെന്റിൽ നിന്ന് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. സോ an element is a form of matter which is composed of only one kind of atom. Only one kind of atoms ആണ് നമുക്കൊരു എലമെന്റിൽ ഉണ്ടാകുന്നത്. Each atom of a particular kind of matter has the same characteristic. So ഒരു എലമെന്റ് എന്ന് പറയുമ്പോൾ അതിന് എല്ലാ പൊസിഷനിലും അല്ലെങ്കിൽ എല്ലാ പ്ലേസിലും അതിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? സെയിം ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ. So element is a form of matter which is composed of only one kind of atom. Each atom of a particular kind of matter has same characteristic. Different elements ആണെങ്കിലോ, ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസ് ആണെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടർ ആണ് ഉണ്ടാവുന്നത്. ദെൻ തേർഡ് പോയിന്റ് പറയുന്നത്
the chemically combined form of matter which has definite proportion of two or more element is referred to as a compound or molecule. Different elements അല്ലെങ്കിൽ different atoms combine ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ കിട്ടുന്നത്? Compounds, molecules form ചെയ്യുന്നത്. Then fourth one, the process of rearrangement of atom in the reactant to form product having new chemical compositions is termed as chemical reaction. ഇവിടെ നമ്മൾ ആറ്റം റീഅറേഞ്ച് കെമിക്കൽ റിയാക്ഷൻസിൽ ആറ്റംസ് റീഅറേഞ്ച് ചെയ്തിട്ട് റിയാക്ടൻസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കെമിക്കൽ കോമ്പിനേഷനാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. Then fifth one എന്ന് പറയുന്നത് atom of an element are identical to each other but atoms of different elements differ in their property. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു എലമെന്റിലെ ആറ്റംസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന് സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാകും. ബട്ട് ഡിഫറെന്റ് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റിന്റെ ഡിഫറെന്റ് ആറ്റത്തിന് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഡാൾട്ടൻസ് അറ്റോമിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആറ്റം എന്താന്ന് പറഞ്ഞു. ആറ്റം എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്മോൾ ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്. Then atom എന്ന് പറയുന്നത് എന്താണ്? It is composed of only one kind of particle. Then atoms combine ചെയ്യുന്ന ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും. Then ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ടോ മോളിക്യൂൾസോ ഫോം ചെയ്യാം. Then ആറ്റംസ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസിൽ ആറ്റംസ് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻ ആണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. Then സെയിം എലമെന്റിലെ ആറ്റംസിന് സെയിം പ്രോപ്പർട്ടീസും ഡിഫറെന്റ് എലമെന്റിലെ ഡിഫറെന്റ് ആറ്റംസിന് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് പ്രോപ്പർട്ടീസും ആയിരിക്കും ഉണ്ടാകുന്നത്. സോ സിമ്പിൾ ആണ് ഡാൾട്ടൻസ് അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മോൾ കോൺസെപ്റ്റ് ആണ്. ഇതുവരെ നമ്മൾ മാറ്റർ എന്താണ്, ഡിഫറെന്റ് ഫോം എന്തൊക്കെയാണ്, അതേപോലെ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ വന്നു, ദെൻ ഡിഫറെന്റ് ലോസ്, ബേസിക് യൂണിറ്റ്സ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ അരിത്തമെറ്റിക് പാർട്ടിലേക്ക് മൂവ് ചെയ്യാണ്. ഫസ്റ്റ് ടോപ്പിക് അതിൽ വരുന്നതാണ് മോൾ കോൺസെപ്റ്റ്. സോ മോൾ കോൺസെപ്റ്റ് പറയുന്നത് എ മോൾ is defined as a quantity of substance that contain as many atoms as a number of atoms in exactly 12 gram of carbon 12 atom. സോ മോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ യൂണിറ്റ് പറഞ്ഞത് എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് മോൾ എന്ന് പറഞ്ഞത്. സോ നമ്മളൊരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എടുത്തു, അതിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ്, ഹൗ മെനി നമ്പർ ഓഫ് ആറ്റംസ് ആർ പ്രസന്റ് ഇൻ എ സബ്സ്റ്റൻസ്, അതാണ് നമ്മൾ ഈ മോൾ കൺസെപ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ മോൾ കൺസെപ്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത് കാർബൺ 12 ആറ്റത്തിനെ കുറിച്ച് പറയുന്നതാണ്. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എക്സാക്ട്ലി 12 gram of carbon 12 atom. സോ കാർബൺ അതിന് മാസ് 12 ആണല്ലോ അല്ലെ. സോ 12 gram കാർബൺ 12 ഗ്രാമില് കാർബൺ എത്ര കാർബൺ 12 ആറ്റംസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 12 gram ഓഫ് കാർബൺ 12 is called അവഗാഡ്രോ നമ്പർ. ഇതിനെയാണ് നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. 1 gram ആറ്റത്തില് എത്ര ഗ്രാം ആറ്റംസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, NA ആണ്. സോ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ 12 gram ഓഫ് കാർബൺ 12 ആറ്റം ആണ്. NA എന്നാണ് നമ്മൾ അവഗാഡ്രോ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അവഗാഡ്രോ നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് NA ഈക്വൽ ടു 6.0221367 into 10 to the power 10 raised to 23 ആണ്. സോ നമുക്ക് ഇതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത് അവഗാഡ്രോ നമ്പർ 6.022 into 10 raised to 23 ആണ്, അല്ലെങ്കിൽ 6.02 into 10 raised to 23 ആയിട്ട് എടുത്താൽ മതി. സോ ഇതാണ് നമ്മുടെ അവഗാഡ്രോ നമ്പർ. മോൾ കോൺസെപ്റ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഈ അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് NA എന്നാണ്. ദെൻ അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് A ആണ് അവഗാഡ്രോ നമ്പർ. അതിന്റെ വാല്യൂ, അവഗാഡ്രോ നമ്പറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് ആണ് A എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അറ്റോമിക് മാസിനെ ആണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ E റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ അറ്റോമിക് നമ്പർ ആണെങ്കിലോ അറ്റോമിക് നമ്പർ Z ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാസ്
ദെൻ അറ്റോമിക് നമ്പർ. സോ ഇങ്ങനൊരു എലമെന്റ് എക്സ് ഇതിൽ ഈ സെഡ് എന്ന് കൊടുക്കും. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പറും സെഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറുമാണ്. So atomic mass on current atomic weight scale, the carbon 12 isotope is chosen as a standard. നമ്മൾ ഇവിടെയൊക്കെ മോൾ കോൺസെപ്റ്റ് പറയാനായിട്ട് ഏതാണ് യൂസ് ചെയ്തത്? കാർബൺ 12 ആറ്റം ആണ് അല്ലെ? കാർബൺ 12 ആറ്റം ആണ്. ബിക്കോസ് ദിസ് കാർബൺ 12നെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരാളെ വെച്ചിട്ടല്ലേ നമുക്ക് മറ്റുള്ള എലമെന്റ്സിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ കാർബൺ 12 ഐസോടോപ്പ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നിങ്ങളോട് അവോഗാഡ്രോ നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ആറ്റംസിന്റെ 12 gram ഓഫ് കാർബൺ 12 ആറ്റം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അവോഗാഡ്രോ നമ്പർ ആണ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എക്സാക്ട്ലി 12 gram ഓഫ് കാർബൺ 12 ആറ്റം ആണ് മോൾ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മോൾ കൺസെപ്റ്റ് വരെ പറഞ്ഞിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഐ തിങ്ക് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് മാറ്റർ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ടൈപ്പ് ഓഫ് മാറ്റർ, ദെൻ അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് എക്സാമ്പിൾ എന്താണെന്ന് കണ്ടു. നെക്സ്റ്റ് പറഞ്ഞത് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാറ്റർ, അതിൽ എലമെന്റ്സ്, കോമ്പൗണ്ട്, മിക്സ്ചർ. ദെൻ ടൈപ്പ് ഓഫ് മിക്സ്ചർ, ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ, ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, ബേസിക് യൂണിറ്റ്സ്, ദെൻ ഡിറൈവ്ഡ് യൂണിറ്റുകൾ, laws of chemical combination. 4 laws ആണ്. law of conservation of mass, then law of definite proportion, law of multiple proportion, and K. Lucas law of combining volume. then ആറ്റത്തിന്റെ പ്രോപ്പർട്ടി പറയുന്നത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മോൾ കൺസെപ്റ്റ് ആണ്. സോ ഐ തിങ്ക് നെക്സ്റ്റ് നമുക്ക് മോൾ കൺസെപ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം പാർട്ട്, അരിത്തമെറ്റിക് പാർട്ടാണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക് യു.